നമസ്കാരം. നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ SST ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വർഷം നമുക്ക് SST 2 ഭാഗങ്ങളായിട്ടാണ് പഠിക്കാനുള്ളത്. ഒന്ന് SST 1, അതുപോലെ തന്നെ SST 2. SST 1 എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയും അതുപോലെ തന്നെ പൊളിറ്റിക്സും ചേരുന്ന ഭാഗമാണ് SST 1 എന്ന് പറയുന്നത്. SST 2 എന്ന് പറയുമ്പോൾ ജിയോഗ്രഫിയും എക്കണോമിക്സും ചേർന്ന ഭാഗമാണ് SST 2 ആയിട്ട് തിരിച്ചിരിക്കുന്നത്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് SST 1 ആണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് അവരവരുടെ ടെക്സ്റ്റ് ബുക്കുകൾ എടുക്കുക. അതില് SST 1 ചാപ്റ്റർ 1 മിഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മധ്യകാല ലോകം, അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഈ മിഡീവൽ പീരീഡ്, അതുപോലെ തന്നെ എന്താണ് ഈ ഏഷ്യന്റ് പീരീഡ്, എന്താണ് ഈ മോഡേൺ പീരീഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഹിസ്റ്ററി സ്റ്റഡി ചെയ്യുന്നതിന് ഈസി ആക്കുന്നത് വേണ്ടിയിട്ട് വേൾഡ് ഹിസ്റ്ററിയെ 3 പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഈ പീരിയോഡിക്കൽ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ പീരിയഡൈസേഷൻ ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദി റോമൻ എംപയർ വിച്ച് വാസ് ടേക്കൺ ഫോർ ദ ഡിവിഷൻ ഓഫ് വേൾഡ് ഹിസ്റ്ററി ഇൻ ടു ഡിഫറെന്റ് പീരീഡ്സ്. അപ്പോൾ റോമൻ സാമ്രാജ്യം അതിനെയാണ് ഈ ഹിസ്റ്ററിയുടെ പീരിയഡൈസേഷന്റെ ബേസ് ആയിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വേൾഡ് ഹിസ്റ്ററി പ്രധാനമായിട്ടും 3 ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഏഷ്യന്റ് പീരീഡ്, സെക്കൻഡ് എന്ന് പറയുന്നത് മിഡീവൽ പീരീഡ്, 3 എന്ന് പറയുന്നത് മോഡേൺ പീരീഡ്. അപ്പൊ അതിന് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് CE അല്ലെങ്കിൽ കോമൺ എറ, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് ഈ കോമൺ എറ എന്ന് പറയുന്നത്? മനുഷ്യ ഉൽപ്പത്തി മുതൽ, that means the origin of human beings commences and ends with the downfall of Western Roman Empire up to 476 CE. That period is called the Ancient period. അപ്പൊ മനുഷ്യ ഉൽപ്പത്തി മുതൽ നമ്മുടെ റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ച ആരംഭിക്കുന്ന കാലഘട്ടമായ 476 CE, അത്രയും കാലഘട്ടത്തിനെ നമ്മൾ ഏഷ്യന്റ് പീരീഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഏത് മുതലാണ് ഏഷ്യന്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീങ്സ്, മനുഷ്യ ഉൽപ്പത്തി മുതൽ ഏതുവരെ? എൻഡ്സ് വിത്ത് ദ ഡൗൺഫോൾ ഓഫ് വെസ്റ്റേൺ റോമൻ എംപയർ. ഏത് സിയിലാണ്? 476 CE. CE എന്ന് പറഞ്ഞാൽ കോമൺ എറയാണ്. അങ്ങനെയാണെങ്കിൽ മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത് ഏഷ്യന്റ് പീരീഡ് അവസാനം മുതൽ ഏതുവരെയാണ്? 1453 അല്ലെങ്കിൽ 1453 CE വരെയുള്ള പീരീഡിനെ ആണ് കൺസിഡർ ചെയ്യുന്നത് എന്തായിട്ട്? മിഡീവൽ പീരീഡ്. ദാറ്റ് മീൻസ് ദ പീരീഡ് അപ് ടു ദ ഡൗൺഫോൾ ഓഫ് ദി ഈസ്റ്റേൺ റോമൻ എംപയർ ഇൻ 1453 CE is considered as the medieval. 476 CE എന്ത് സ്റ്റാർട്ട് ചെയ്തു? റോമൻ എംപയറിന്റെ ഡൗൺഫോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ പീരീഡ് മുതൽ ഏതുവരെ? അപ് ടു ദ ഡൗൺഫോൾ ഓഫ് ദി ഈസ്റ്റേൺ റോമൻ എംപയർ ആണ്. അതല്ലോ, ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ഡൗൺഫോളിന് കാരണമായ ആ കാലഘട്ടം അപ് ടു ഏതുവരെയാണ്? അത് 1453 CE. അതിനെയാണ് എന്നിട്ട് കണക്കാക്കുന്നത് മിഡീവൽ പീരീഡ് അല്ലെങ്കിൽ മധ്യകാലമായിട്ട് കണക്കാണ്. ഇനി അതിനുശേഷമുള്ള ഏതിനു ശേഷമുള്ള 1453 CE, ദാറ്റ് മീൻസ് ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ഡൗൺഫോളിന് അല്ലെങ്കിൽ തകർച്ചയ്ക്ക് കാരണമായ ആ കാലഘട്ടം മുതൽ ഓൺവേർഡ്സ് ഇതുവരെ അതിന് വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്? മോഡേൺ പീരീഡ്. അപ്പൊ ഇത് ഈ പീരിയഡൈസേഷൻ ഹിസ്റ്ററിക്ക് വരുത്തിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് അതിനെക്കുറിച്ച് സ്റ്റഡി ഈസി ആക്കുന്ന, ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഏതിൽ ബേസ്ഡ് ആണ്?
റോമൻ എംപയറിലാണ് ഏത് ബേസ്ഡ് ആയിരിക്കുന്നത്, ഹിസ്റ്ററിയുടെ പീരിയഡൈസേഷൻ ബേസ്ഡ് ആയിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഏതാണ് ഏഷ്യൻ പീരീഡ് അല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്, മോഡേൺ പീരീഡും അല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്, മിഡീവൽ വേൾഡ് ആണ്, അല്ലെങ്കിൽ മിഡീവൽ ഏജ് ആണ്, അല്ലെങ്കിൽ മിഡീവൽ പീരീഡിലുള്ള വേൾഡിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്തത്. അപ്പോ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിയനാണ് എന്ന് പറയുന്നത് JD ബെർണാഡ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമായ സയൻസ് ഇൻ ഹിസ്റ്ററി വോളിയം ഫസ്റ്റില് മിഡിൽ ഏജിനെ കുറിച്ച് അല്ലെങ്കിൽ മിഡീവൽ ലൈഫിനെ കുറിച്ചും ആ പീരീഡിനെ കുറിച്ചും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കുകയാണെങ്കിൽ അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, മിഡിൽ ഏജ് വാസ് ആൻ എറ ഓഫ് ദി ഗ്രോത്ത് ഓഫ് സിവിലൈസേഷൻ വേൾഡ് വൈഡ്. വേൾഡ് വൈഡില് ലോകം മൊത്തം സാംസ്കാരിക വളർച്ചയുടെ കാലഘട്ടമായിട്ടാണ് മധ്യകാലഘട്ടത്തിനെ കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ അത്രത്തോളം പ്രാധാന്യം ഇതിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ദ എക്കണോമിക് ട്രാൻസ്ഫർമേഷൻ ബ്രോട്ട് ബൈ ദ മിഡീവൽ ലൈഫ്. ഈ മിഡീവൽ ലൈഫില് അല്ലെങ്കിൽ മധ്യകാല ജീവിതത്തില് ഉണ്ടായി വന്ന സാമ്പത്തിക മാറ്റങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ ചേഞ്ചസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ സ്വഭാവ സവിശേഷതകളെല്ലാം എന്തിന് റീസണായി, എന്തിന് കാസസായി എന്നാണ് പറയുന്നത്, റവല്യൂഷണറി ചേഞ്ചസ് ഇൻ ദി 16th century. 16ാം നൂറ്റാണ്ടിലെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായത് എന്തെല്ലാമാണ്, ഈ മിഡീവൽ പീരീഡിന്റെ സ്വഭാവ സവിശേഷതകളും ക്യാരക്ടറിസ്റ്റിക്സും പിന്നെ അവിടെ ഉണ്ടായ എക്കണോമിക് ട്രാൻസ്ഫർമേഷൻസും. ഏതിലുണ്ടായ എക്കണോമിക് ട്രാൻസ്ഫർമേഷൻസ് ആണ്, ഏതിലുണ്ടായ സാമ്പത്തിക മാറ്റങ്ങളാണ്, മിഡീവൽ ലൈഫിലുണ്ടായ സാമ്പത്തിക മാറ്റങ്ങളും അതിന്റെ സ്വഭാവ സവിശേഷതകളും ക്യാരക്ടറിസ്റ്റിക്സും അല്ലെങ്കിൽ അതിന്റെ ഫീച്ചറുകൾ അല്ലെങ്കിൽ അതിന്റെ നാച്ചറുകൾ എന്ന് പറയുന്നത് വേർ ലീഡ്സ് ടു ദ റവല്യൂഷണറി ചേഞ്ചസ്, വേർ ദ കാസസ് ഓഫ് ദി റവല്യൂഷണറി ചേഞ്ചസ് ഇൻ ദി 16th century. ഇതാരാണ് പറഞ്ഞത്, JD ബെർണാഡ്. ഏതിലാണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ബുക്കായ സയൻസ് ഇൻ ഹിസ്റ്ററിയുടെ വോളിയം ഫസ്റ്റിലാണ്. സോ വി വാണ്ട് ടു നോ വാട്ട് ഈസ് ദ മിഡീവൽ പീരീഡ്, ദ പീരീഡ് ബിറ്റ്വീൻ ദ 5th and the 15th century. അപ്പം 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം തന്നല്ലോ. CE ഈസ് നോൺ ആസ് ദ മിഡീവൽ പീരീഡ്. അതിനെയാണ് വിളിക്കുന്നത് മിഡീവൽ. സോ വാട്ട് ഈസ് ദ മിഡീവൽ പീരീഡ്, ദ പീരീഡ് ബിറ്റ്വീൻ the 5th and the 15th century CE is known as the medieval period. Periodization അനുസരിച്ച് ഏതാണ് medieval period എന്ന് പറയുന്നത്, period up to the downfall of the Eastern Roman Empire in 1453 CE is considered as the medieval period. അതെന്താണ്, പീരിയഡൈസേഷൻ അനുസരിച്ചാണ്. അതല്ലോ, അത് എന്ത് പീരിയഡൈസേഷന്റെ അടിസ്ഥാനത്തിലാണ്, റോമൻ എംപയറിനെ ബേസ് ആക്കി എടുത്തിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പീരിയഡൈസേഷനിലാണ് അങ്ങനെ പറയാം. എന്ത് തന്നെയായാലും അത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ് എന്ന് പറയുന്നത് ഈ മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത്. ബട്ട് സം സയന്റിസ്റ്റ് ഓർ സം ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ചില എഴുത്തുകാര് തന്നല്ലോ ഇതിനെ എന്തെന്നും വിളിക്കുന്നുണ്ട്, ഈ മിഡീവൽ പീരീഡിനെ ഡാർക്ക് ഏജ് എന്ന് വിളിക്കുന്നു. അതൊരു ക്രിറ്റിസിസം, ഇതിനെ അവർ വിമർശിക്കുകയാണ്. മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡാർക്ക് ഏജ്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്, ഇതിനൊരു ഡാർക്ക് ഏജ് അല്ലെങ്കിൽ ഇരുണ്ട യുഗം എന്ന് മിഡീവൽ പീരീഡിനെ വിളിക്കാൻ അവർ പറയുന്ന റീസൺ എന്ന് പറയുന്നത്, there is not much cultural development in that period. ആ പർട്ടിക്കുലർ പീരീഡിൽ അല്ലെങ്കിൽ ആ മിഡീവൽ പീരീഡിൽ സാംസ്കാരികമായ വികസനങ്ങൾ ഒന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ബട്ട് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോർമേഷൻസ് നടന്ന, ഏറ്റവും അധികം ചേഞ്ചസ് നടന്ന എക്കണോമിക് ആയാലും അതുപോലെ തന്നെ കൾച്ചറൽ ആയാലും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയാലും പവർ ഡിസ്ട്രിബ്യൂഷൻ ആയാലും അധികാര വികേന്ദ്രീകരണങ്ങൾ ഉള്ള അല്ലെങ്കിൽ അധികാരങ്ങൾ പിടിച്ചടക്കി നടന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നത്. അപ്പോ മിഡീവൽ ഏജ് എന്ന് പറയുന്നത് ഡാർക്ക് ഏജ് എന്ന് പറയുന്നെങ്കിലും അതൊരു ക്രിറ്റിസിസം മാത്രമാണ്. ബട്ട് എന്താണ്, ലോകത്തിന്റെ റവല്യൂഷണറി ചേഞ്ചസിന് കാസായ ഒരു ഏജ് ആണ് അല്ലെങ്കിൽ ഒരു പീരീഡ് ആണ് എന്ന് പറയുന്നത് മിഡീവൽ മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത്. സോ ദ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് ദി മിഡീവൽ വേൾഡ് വാസ് സിമിലർ. പൊളിറ്റിക്കൽ സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വേൾഡ് വൈഡ് എന്ത് തന്നെയായിരുന്നു, ഏകദേശം സെയിം തന്നെയാണ് അല്ലെങ്കിൽ സിമിലർ തന്നെയാണ്, ഒരേപോലെയുള്ളത് തന്നെയാണ്. ബട്ട്
അതോറിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിഫറന്റ് ആയി. അധികാര പദങ്ങള് അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പല ടൈപ്പ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അതോറിറ്റി ആയിരുന്നു ലോകം മൊത്തം നിലനിന്നിരുന്നത്. ബട്ട് പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെയിം ആയിരുന്നു. നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യൂറോപ്പ് അല്ലെങ്കിൽ ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ മിഡീവൽ പീരീഡിലുള്ള പ്രദേശങ്ങള് അല്ലെങ്കിൽ ഏരിയ, വേൾഡ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള അതോറിറ്റി എന്ന് പറയുന്നത്, ഫോംസ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരുന്നു. ബട്ട് എന്ത് സെയിം ആയിരുന്നു? പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് സെയിം ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, പീരിയോഡിക്കൽ ക്ലാസിഫിക്കേഷൻ, ഹിസ്റ്ററിയുടെ പീരിയോഡിക്കൽ ക്ലാസിഫിക്കേഷന് വേണ്ടി അല്ലെങ്കിൽ പീരിയഡൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ബേസ് ചെയ്തിരിക്കുന്നത് ആരെയായിരുന്നു? റോമൻ എംപയറിനെ ആയിരുന്നു. എന്തുകൊണ്ട് റോമൻ എംപയറിനെ നമ്മൾ കൺസിഡർ ചെയ്തു? ദ റോമൻ എംപയർ വാസ് ദ ലാർജസ്റ്റ് ഏഷ്യൻ എംപയർ. ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയ, ഏഷ്യന്റെ പീരീഡിലുള്ള ഏറ്റവും വലിയ എംപയർ ആയിരുന്നു, അല്ലെങ്കിൽ എന്താണ്, സാമ്രാജ്യമായിരുന്നു എന്ന് പറയുന്നത് റോമ സാമ്രാജ്യം എന്ന് പറയുന്നത്. റോമൻ സാമ്രാജ്യമാണ് ഏഷ്യന്റ് എംപയർ അല്ലെങ്കിൽ പുരാതന സാമ്രാജ്യങ്ങളിൽ വെച്ച് ലാർജസ്റ്റ്, ഏറ്റവും വലിയ എംപയർ ആയിട്ട് കൺസിഡർ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മളിവിടെയും ബേസ് ആയിട്ട് ചെയ്തെടുക്കുന്നത് റോമൻ എംപയർ. സോ റോമ സാമ്രാജ്യം. ഓക്കെ, ദ റോമൻ എംപയർ വാസ് ദ ലാർജസ്റ്റ് ഏഷ്യൻ എംപയർ. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ദ റോമൻ എംപറർ Diocletian divided the empire into two in the 4th century CE. അപ്പോ CE 4th സെഞ്ചുറിയില് ഡയക്ലീഷ്യൻ എന്ന് പറയുന്ന എംപയർ എന്ന് പറയുന്നത്, റോമൻ എംപറർ എന്ന് പറയുന്നത്, അദ്ദേഹം ഈ എംപയറിനെ, റോമൻ എംപയറിനെ, ഇപ്പോ റോമൻ ചക്രവർത്തിയായ ഡയക്ലീഷ്യൻ എന്ന് പറയുന്ന അദ്ദേഹം റോമ സാമ്രാജ്യത്തിന്, ഈ എംപയറിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്തു? 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഏത് സമയത്താണ്? 4th സെഞ്ചുറി CE അല്ലെങ്കിൽ 4ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ആരാണ് ഇതിനെ ഡിവൈഡ് ചെയ്തത്? ഡയക്ലീഷ്യൻ ആണ് ഡിവൈഡ് ചെയ്തത്. അദ്ദേഹം ആരായിരുന്നു? റോമൻ എംപറർ ആയിരുന്നു. റോമൻ എംപറർ റോമൻ എംപയറിനെ, റോമൻ ചക്രവർത്തി റോമ സാമ്രാജ്യത്തിന്, ഏഷ്യന്റെ റോമൻ എംപയറിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണ് ഏതൊക്കെ വരുന്നത്? There emerged 2 Roman empires. അപ്പൊ റോമൻ എംപയർ രണ്ടായി മാറി. റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് രണ്ടായിട്ട് മാറി. ആരാണ് ഈ റോമ സാമ്രാജ്യത്തിനെ, റോമൻ എംപയറിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തത്? ഡയക്ലീഷ്യൻ എന്ന് പറയുന്ന റോമൻ എംപയറാണ് ഇതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തത്. ഇപ്പൊ ഏതെല്ലാമാണ് ആ 2 റോമൻ എംപയറുകൾ എന്ന് പറയുന്നത്? ഒന്ന്, Western Roman Empire with the capital at Rome, and the Eastern Roman Empire with the capital at Constantinople, earlier known as Byzantium. Okay. അപ്പൊ അങ്ങനെ രണ്ടായി. ഏതൊക്കെയാണ്? ഫസ്റ്റ് വെസ്റ്റേൺ റോമൻ എംപയർ, സെക്കൻഡ് ഈസ്റ്റേൺ റോമൻ എംപയർ. പഠിക്കാൻ എളുപ്പമാണ്. വെസ്റ്റേൺ, ഈസ്റ്റേൺ തന്നല്ലോ. വെസ്റ്റേൺ റോമൻ എംപയർ ആയി മാറി, ഈസ്റ്റേൺ റോമൻ എംപയർ ആയി മാറി. ഇപ്പൊ രണ്ടായിട്ട് മാറി. ആരെന്ന് പറയുന്നത്? ഏഷ്യന്റെ റോമൻ എംപയർ. അപ്പൊ ഏഷ്യന്റെ റോമൻ എംപയർ 2 ആയിട്ട് മാറി. ഏതാണ്? ഫസ്റ്റ് വെസ്റ്റേൺ റോമൻ എംപയറും അതുപോലെ തന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ റോമൻ എംപയർ. അപ്പൊ വെസ്റ്റേൺ റോമൻ എംപയറിന് ഒരു ക്യാപിറ്റൽ ഉണ്ട് തന്നല്ലോ. ആ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റോം ആയിരുന്നു. അതുപോലെ തന്നെ ഈസ്റ്റേൺ റോമൻ എംപയറിന് ഒരു ക്യാപിറ്റൽ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നാണ്. ഇത് മുൻ അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ നേരത്തെ അറിയപ്പെട്ടിരുന്നത് ബൈസാന്റിയം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. സോ ദ ഈസ്റ്റേൺ റോമൻ എംപയർ വാസ് അതർവൈസ് കാൾഡ് ദ ബൈസാന്റിയൻ എംപയർ. അപ്പോ ഈ ഈസ്റ്റേൺ റോമൻ എംപയറിന് വേറൊരു പേരും കൂടിയുണ്ട്. ഏത് പേരാണത്? ബൈസാന്റിയൻ എംപയർ എന്നാണ് അതിന്റെ മറ്റൊരു പേര്. ഇത്രയൊക്കെ മനസ്സിലായല്ലോ. ഇതാണ് നമ്മൾ നോക്കിയത്. റോമൻ എംപയർ എന്തായിരുന്നു? ലോകത്തിലെ പഴയ ഏറ്റവും വലിയൊരു എംപയർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സാമ്രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം. അതുപോലെ തന്നെ ഭരണപരമായ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാൻ, ഭരണപരമായ ഭരണ നിർവഹണത്തിന് വേണ്ടിയിട്ട്, സൗകര്യത്തിന് വേണ്ടിയിട്ട് റോമൻ എംപറർ ഡയക്ലീഷ്യൻ എന്ന് പറയുന്നത് ഈ എംപയറിനെ രണ്ടായിട്ട് തിരിച്ചു. ഏത് കാലഘട്ടത്തിലാണ്? 4th സെഞ്ചുറി CEയിലാണ്
അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ 2 റോമൻ എംപയറുകൾ ഉണ്ടായി. ഏതെല്ലാമാണ്? വെസ്റ്റേൺ റോമൻ എംപയറും അതിന്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? റോം ആയിരുന്നു. അതുപോലെ തന്നെ ഈസ്റ്റേൺ റോമൻ എംപയർ, അതിന്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പഴയൊരു പേരെന്ന് പറയുന്നത് ബൈസാന്റിയം എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ റോമൻ എംപയറിനെ എന്തും വിളിക്കാം, മറ്റൊരു പേരാണ് ബൈസാന്റിയൻ എംപയർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽ മാപ്പ് തന്നിട്ടുണ്ട്. ഏതെല്ലാം പാർട്ടുകളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അപ്പൊ എത്രത്തോളം വലിയ എംപയർ ആണ്, എത്രത്തോളം വലിയ സാമ്രാജ്യമായിരുന്നു ഏഷ്യന്റ് റോമൻ എംപയർ എന്ന് നോക്കണം. നമുക്ക് തന്നിരിക്കുന്നത് ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ഒരു പാർട്ട് മാത്രമാണ്, ഒരു ഗ്രാഫിക്കൽ അല്ലെങ്കിൽ ഒരു പിക്ചറാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അത്തരമല്ലോ മാപ്പാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്നെങ്കിൽ എന്ത് മാത്രം പറയുന്നത്, ലോകം മൊത്തം ഇവരുടെ അണ്ടറിലായിരുന്നു എന്ന് പറയാം. ഏതൊക്കെ? ഈസ്റ്റേൺ റോമൻ എംപയറും പ്ലസ് വെസ്റ്റേൺ റോമൻ എംപയറും കൂടെ ചേരുന്നതായിരുന്നു ഏഷ്യൻ റോമൻ എംപയർ എന്ന് പറയുന്നത്. അപ്പൊ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ലൊക്കേറ്റഡ് അറ്റ് ദ മോസ്റ്റ് സ്ട്രാറ്റജിക് പ്ലേസ് ഇൻ ദ ഗൾഫ് ഓഫ് ബോസ്ഫറസ് ബിറ്റ്വീൻ ദ മെഡിറ്ററേനിയൻ സീ ആൻഡ് ദ ബ്ലാക്ക് സീ. അപ്പൊ മെഡിറ്ററേനിയൻ സീക്കും ബ്ലാക്ക് സീക്കും ഇടയിലുള്ള വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മേഖലയിലാണ് അല്ലെങ്കിൽ ഒരു പ്ലേസിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. അതേതാണ്? ഇൻ ദ ഗൾഫ് ഓഫ് ബോസ്ഫറസ് ബിറ്റ്വീൻ ദ മെഡിറ്ററേനിയൻ സീ ആൻഡ് ദ ബ്ലാക്ക് സീ. അപ്പോൾ ബ്ലാക്ക് സീക്കും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ സീക്കും ബിറ്റ്വീൻ ആയിട്ടുള്ള ഗൾഫ് ഓഫ് ബോസ്ഫറസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു പ്ലേസിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. The city was named after the Roman emperor Constantine. അപ്പൊ ഈ സിറ്റിക്ക് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന പേര് ലഭിച്ചത് റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റാന്റിന്റെ പേരിൽ നിന്നാണ്. ഇതിന് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന പേര്. അപ്പോ ആ ചക്രവർത്തിയുടെ പേര്, റോമൻ എംപററിന്റെ പേര് കോൺസ്റ്റാന്റിൻ എന്നാണ്. It remained as the capital city even during the reign of Ottoman Turks. It was a great center of art and architecture. At present, Constantinople is known as the name Istanbul. അപ്പോ ഇതെന്ന് പറയുന്നത്, ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സിറ്റി ആയി മാറി. ഏതുവരെ? അറ്റ് ദ റെയിൻ ഓഫ് ദി ഒട്ടോമൻ ടർക്ക്. ഒട്ടോമൻ ടർക്കിന്റെ റെയിൻ അല്ലെങ്കിൽ റൂൾ അല്ലെങ്കിൽ ഭരണം നടക്കുന്നത് വരെ ഇത് ആരുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് തന്നെ തുടർന്നു. നമ്മുടെ കോൺസ്റ്റാന്റിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നു. ഏതിന്റെയാണ്? ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നു. പിന്നെ ഇറ്റ് വാസ് എ ഗ്രേറ്റ് സെന്റർ ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് വളരെയധികം എന്താണ്, കലയുടെയും അതുപോലെ തന്നെ ആർക്കിടെക്ചറിന്റെയും ഒക്കെ വളരെ മഹത്തായ ഒരു കേന്ദ്രമായിട്ട് കരകൗശലങ്ങളുടെയും അതുപോലെ തന്നെ കലയുടെയും കരകൗശല വിദ്യകളുടെയും അതുപോലെ തന്നെ കലകളുടെയും ഒരു സുപ്രധാന കേന്ദ്രമായാണ് ഏത് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് ഇസ്താംബുൾ. അപ്പോ പഴയ കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇസ്താംബുൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ അതുവരെ നല്ല രീതിയിൽ ഒന്ന് വായിച്ചു നോക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വീണ്ടും ഒരിക്കൽ കൂടെ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് വായിച്ചിട്ട് ഈ പറഞ്ഞ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത മാറ്റേഴ്സ് ഒരിക്കൽ കൂടെ കേട്ടു നോക്കും. അപ്പൊ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. ഇനി നമ്മൾ പാർട്ട് സെക്കൻഡിലേക്കാണ് പോകുന്നത്.